ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ 11ാമത്തെ പാഠത്തിൻ്റെ പേരാണ് ചിത്രങ്ങൾ കഥ പറയുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? ചിത്രം നോക്കാം, കണ്ടെത്താം. ചെല്ലക്കാട് അഗ്രി ഫാം. ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികൾ അഗ്രി ഫാം സന്ദർശിക്കുകയാണ്. അപ്പോൾ ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികൾ അഗ്രി ഫാം സന്ദർശിക്കുകയാണ്. കണ്ടില്ലേ, ഒരുപാട് മൃഗങ്ങളുണ്ട്. ചിത്രം നോക്കൂ, കണ്ടുപിടിക്കൂ. ചിത്രം നോക്കി അഗ്രി ഫാമിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ എഴുതൂ. കൂട്ടുകാരോടും ചോദിക്കണേ. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, ചിത്രത്തിൽ ഏതെല്ലാം ജീവികളുണ്ട്? ഏതെല്ലാം ജീവികളുണ്ട്? ആട്, കോഴി, താറാവ്, പോത്ത്, പശു, നായ. ഇത്രയുമാണ് ചിത്രത്തിലുള്ളത്. പട്ടിക പൂരിപ്പിക്കൂ. ജീവികളാണ്, കണ്ടില്ലേ? പശു 5, പോത്ത് 7, നായ 4, ആട് 22, കോഴി 30, താറാവ് 20. അങ്ങനെ മൊത്തം 88 ജീവികളാണ് ഉള്ളത്. പട്ടിക നോക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. അഗ്രി ഫാമിൽ ഏറ്റവും കൂടുതലുള്ള ജീവി ഏതാണ്? കോഴിയാണ്, 30 എണ്ണം. അതുപോലെ തന്നെ പശുവിനേക്കാൾ കൂടുതൽ എണ്ണമുള്ള ജീവികൾ ഏതെല്ലാം? പോത്ത്, താറാവ്, കോഴി, ആട്. അഗ്രി ഫാമിൽ ഏറ്റവും കുറവുള്ള ജീവി ഏതാണ്? നായ. ആടിനേക്കാൾ എണ്ണം കൂടുതലുള്ള ജീവി കോഴി. ഏതൊക്കെ ജീവികളുടെ എണ്ണമാണ് 10ൽ താഴെയുള്ളത്? നായ, പശു, പോത്ത്. ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂൾ. ചെല്ലക്കാട് സ്കൂളിലെ കാഴ്ചകൾ നോക്കൂ. കുട്ടികൾ സ്കൂളിൽ വരുന്ന രീതി താഴെ പട്ടികയിലുണ്ട്. ഒരു തലയുടെ ചിത്രം 5 എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. കണ്ടില്ലേ, കുട്ടികളുണ്ട്. അവർ വരുന്നത് സ്കൂൾ ബസ്സിലും അതുപോലെ തന്നെ ഓട്ടോയിലുമൊക്കെയാണ്. ഇനി താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തലയുടെ ചിത്രം സൂചിപ്പിക്കുന്നത് 5 എണ്ണമാണ്. അപ്പോൾ കുട്ടികൾ വരുന്ന രീതി, ജീപ്പുണ്ട്, അതുപോലെ തന്നെ സ്കൂൾ ബസ്, ഓട്ടോ, സ്കൂട്ടർ, സൈക്കിൾ, നടന്നു വരുന്നവർ. പട്ടികയിൽ പെൺകുട്ടികൾ എത്ര വരുന്നുണ്ട്, ആൺകുട്ടികൾ എത്ര വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കണ്ടില്ലേ, ആ തലയുടെ ചിത്രം എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തേത് നോക്കാം. ജീപ്പിൽ വരുന്നവരാണ് അല്ലേ? പെൺകുട്ടികൾ എത്ര എന്ന് നോക്കാം. എത്ര തലയുടെ ചിത്രമുണ്ട്? 5 തലയുടെ ചിത്രമാണ് ഉള്ളത്. അപ്പോൾ 5 ഗുണിക്കണം 5, 25. അതുപോലെ തന്നെ ആൺകുട്ടികൾ എത്ര തലയുടെ ചിത്രമാണുള്ളത്? 7 തലയുടെ ചിത്രമാണ് ഉള്ളത്. അപ്പോൾ ഒരു തല 5 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7 ഗുണിക്കണം 5, 35. ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. നമുക്ക് നോക്കാം. ബസ്സിൽ വരുന്നത് 75 പെൺകുട്ടികളും 60 ആൺകുട്ടികളും. അതുപോലെ തന്നെ ഓട്ടോയിൽ വരുന്നത് 40 പെൺകുട്ടികളും 50 ആൺകുട്ടികളും. സ്കൂട്ടറിൽ വരുന്നത് 25 പെൺകുട്ടികളും 35 ആൺകുട്ടികളും. സൈക്കിളിൽ 15 പെൺകുട്ടികളും 25 ആൺകുട്ടികളും. നടന്നു വരുന്നത് 45 പെൺകുട്ടികളും 20 ആൺകുട്ടികളുമാണ്. ആകെ 225 പെൺകുട്ടികളും 225 ആൺകുട്ടികളുമാണുള്ളത്. 450 കുട്ടികളാണ് മൊത്തം. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് കണ്ടുപിടിച്ചതെല്ലാം എഴുതൂ. ഓട്ടോറിക്ഷയിൽ സ്കൂളിൽ വരുന്നത് എത്ര പെൺകുട്ടികളാണ്? 40. സൈക്കിളിൽ വരുന്നത് എത്ര ആൺകുട്ടികളാണ്? 25. ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിൽ വരുന്നത് എങ്ങനെയാണ്? ബസ്സിൽ 135 പേർ. പട്ടിക പൂരിപ്പിക്കൂ. കുറച്ച് വാഹനങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? പെൺകുട്ടികൾ എത്ര പേരാണ് ജീപ്പിൽ വരുന്നത്? നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? 25. അതുപോലെ തന്നെ സ്കൂൾ വാനിൽ വരുന്നത് ആൺകുട്ടികൾ 60 പേരുണ്ട്. ഇനി ബാക്കിയുള്ളത് എഴുതണം. ഓട്ടോയിൽ എത്ര, സ്കൂട്ടറിൽ എത്ര, അതുപോലെ തന്നെ സൈക്കിളിലും നടന്നിട്ടും എത്ര. അപ്പോൾ അത് എഴുതാം. ജീപ്പിൽ പെൺകുട്ടികൾ 25, ആൺകുട്ടികൾ 35, ആകെ 60. ബസ്സിൽ 75 പെൺകുട്ടികളും 60 ആൺകുട്ടികളും 135 പേർ. ഓട്ടോ 40 പെൺകുട്ടികളും 50 ആൺകുട്ടികളും 90 പേർ. സ്കൂട്ടറിൽ 25 പെൺകുട്ടികളും 35 ആൺകുട്ടികളും 60 പേർ. സൈക്കിളിൽ 15 പെൺകുട്ടികളും 25 ആൺകുട്ടികളും, ആകെ 40 പേർ.
നടന്ന് 45 പെൺകുട്ടികളും 20 ആൺകുട്ടികളും. ആകെ 65 പേർ. ആകെ പെൺകുട്ടികളുടെ എണ്ണം 225. ആകെ ആൺകുട്ടികളുടെ എണ്ണം 225. മൊത്തം കുട്ടികൾ 450. പട്ടിക നോക്കി ഉത്തരം എഴുതൂ. സ്കൂളിൽ ആകെ എത്ര പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്? 225. എത്ര ആൺകുട്ടികൾ? അതും 225. എത്ര കുട്ടികളാണ് നടന്നു വരുന്നത്? 65. കൂടുതൽ ചോദ്യങ്ങൾ തയ്യാറാക്കാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിലെത്താൻ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ്? ബസ്. സൈക്കിൾ ഉപയോഗിച്ച് സ്കൂളിലെത്തുന്ന പെൺകുട്ടികളുടെ എണ്ണം എത്ര? 15. സ്കൂളിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 450. പട്ടിക തയ്യാറാക്കൂ. നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാർ സ്കൂളിലേക്ക് വരുന്ന രീതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കൂ. ഈ വിവരങ്ങൾ ഒരു പട്ടികയാക്കി നോട്ട്ബുക്കിൽ എഴുതൂ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു പട്ടിക ഇതുപോലെ തന്നെ തയ്യാറാക്കണം. ആരൊക്കെയാണ് സ്കൂൾ ബസ്സിൽ വരുന്നത്, ഓട്ടോയിൽ വരുന്നത്, നടന്നു വരുന്നത്, സൈക്കിളിൽ വരുന്നത് എല്ലാം ചോദിച്ച് അറിഞ്ഞിട്ട്. മരം ഒരു വരം. മരം ഒരു വരം പദ്ധതി. ഒരു വീടിന് ഒരു മരം. ചിത്രം നോക്കൂ. ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതൂ. അപ്പോൾ ചെല്ലക്കാട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്നും ഓരോ വീടിനും ഓരോ മരം കൊടുക്കുകയാണ്. ഏത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്? മരം ഒരു വരം പദ്ധതി എന്നതിൻ്റെ ഭാഗമായിട്ട്. നിങ്ങൾക്ക് എവിടെ നിന്നെല്ലാം വൃക്ഷത്തൈകൾ കിട്ടാറുണ്ട്? കൃഷിഭവനിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, നഴ്സറികളിൽ നിന്ന്, വനമഹോത്സവത്തിൻ്റെ ഭാഗമായി വനം വകുപ്പിൽ നിന്ന്. നിങ്ങൾ ഇതുവരെ നട്ടുവളർത്തിയ വൃക്ഷത്തൈകളുടെ പേരെഴുതുക. പ്ലാവ്, മാവ്, പേര, നെല്ലി, വേപ്പ്, മഹാഗണി. നിങ്ങൾ നട്ടുവളർത്തിയ വൃക്ഷത്തൈകളുടെ പേര് നിങ്ങൾക്ക് എഴുതാം. ചെല്ലക്കാട് ഗ്രാമപഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്ന വൃക്ഷത്തൈകളുടെ വിവരണമാണ് പട്ടികയിൽ. ഒരു ചെടിയുടെ ചിത്രം 10 എണ്ണത്തെ സൂചിപ്പിക്കുന്ന വിധം വരയ്ക്കുക. ഒഴിഞ്ഞ കളത്തിലെ എണ്ണവും എഴുതുക. അപ്പോൾ ചിത്രം കണ്ടില്ലേ? ഒരു ചിത്രം എന്ന് പറയുന്നത് 10 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാവ് കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 11 ചിത്രമാണ് ഉള്ളത്. 11 ഗുണിക്കണം 10, 110 മാവുകളാണ് ഉള്ളത്. ഇനി പ്ലാവ് 80 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ചിത്രം വരയ്ക്കണം? 8 ചിത്രം വരച്ച് ചേർക്കണം. അതുപോലെ തന്നെ തേക്ക് 50 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 5 ചിത്രം വരയ്ക്കണം. കണിക്കൊന്ന 60, 6 ചിത്രമാണ് വരയ്ക്കേണ്ടത്. ഇനി പുളി ചിത്രം തന്നിട്ടുണ്ട്, എണ്ണം എഴുതണം. 12 ചിത്രമാണ് തന്നിരിക്കുന്നത് ചെടികളുടെ, അല്ലേ? അപ്പോൾ 12 ഗുണിക്കണം 10, 120 പുളിത്തൈകളാണ് ഉള്ളത്. ഇനി സപ്പോട്ട 10 എണ്ണം. അപ്പോൾ ഒരു ചെടിയാണ് വരച്ചു ചേർക്കേണ്ടത്, അല്ലേ? എല്ലാം കൂടി 430 ചെടികളാണ് ഉള്ളത്. പട്ടിക നോക്കി ഉത്തരം എഴുതൂ. ഏറ്റവും കൂടുതലുള്ള വൃക്ഷത്തൈ ഏതാണ്? പുളിയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, 120. എത്ര പ്ലാവിൻ തൈ ഉണ്ട്? 80 പ്ലാവിൻ തൈ. കൂടുതൽ ചോദ്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതൂ. ഉത്തരവും എഴുതണം. പഞ്ചായത്ത് വിതരണം ചെയ്യുന്ന ആകെ വൃക്ഷത്തൈകൾ എത്രയാണ്? 430. ഏറ്റവും കുറഞ്ഞ അളവിൽ വിതരണം ചെയ്യുന്ന വൃക്ഷത്തൈ ഏതാണ്? സപ്പോട്ട. മാവിൻ തൈകളേക്കാൾ എത്ര കൂടുതൽ പുളിത്തൈകളുണ്ട്? മാവിൻ തൈകൾ 110 ആണ്, പുളി 120. 10 തൈകളാണ് കൂടുതലുള്ളത്. അടുത്തത് പ്ലാവിൻ തൈകളും തേക്കിൻ തൈകളും കൂടി ആകെ എത്രയുണ്ട്? 130. 80 കൂട്ടണം 50. 100-ൽ കൂടുതൽ എണ്ണമുള്ള വൃക്ഷത്തൈകൾ ഏതെല്ലാമാണ്? പുളി, മാവ്. അടുത്ത ക്വസ്റ്റ്യൻ, കണിക്കൊന്നയേക്കാൾ എത്ര കുറവാണ് തേക്കിൻ തൈകൾ? 60 കുറയ്ക്കണം 50, 10 എണ്ണം കുറവാണ്. ക്വിസ് മത്സരം. ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിൽ നടന്ന ഗണിത ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ പേരും അവർക്ക് ലഭിച്ച പോയിൻറ്റും എഴുതിയ ചാർട്ടാണ് ചുവടെ. കണ്ടില്ലേ? ക്രമ നമ്പറും അതുപോലെ തന്നെ പേരും അവർക്ക് കിട്ടിയ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. 4 വരയും അതിന് കുറുകെ ഒരു വരയും കൊടുത്താൽ 5 പോയിൻ്റാണ്. അപ്പോൾ അയാന് കിട്ടിയ പോയിൻ്റ് എത്രയാണ്? 5ഉം 2ഉം 7 പോയിൻ്റ്, അല്ലേ? രൂപയ്ക്ക് 11 പോയിൻ്റ്, ജാനി 9 പോയിൻ്റ്, അനസിന് 14 പോയിൻ്റ്,
അമൃതിന് 3 പോയിൻ്റ്, ഗോപുവിന് 22 പോയിൻ്റ്, നയന് 16 പോയിൻ്റ്, കൃപയ്ക്ക് 7 പോയിൻ്റ്, ജീവ 9, കരൺ 18, ജിഷി 10, സനു 6. ചാർട്ട് പരിശോധിക്കൂ. ഓരോ കുട്ടിയുടെയും പോയിൻ്റ് എത്രയെന്ന് എങ്ങനെ മനസ്സിലാക്കാം? കൂട്ടുകാരുമായി ചർച്ച ചെയ്യൂ, കണ്ടുപിടിച്ച കാര്യങ്ങൾ എഴുതൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ്. ഓരോ വരയും 4 വര വരച്ച് അതിന് കുറുകെ ഒരു വര കൊടുത്താൽ അത് 5 പോയിൻ്റാണ്. പിന്നെ അതിന് തൊട്ടപ്പുറത്തുള്ള പോയിൻ്റുകൾ കൂടി കൂട്ടിയാൽ മതി, 1, 2 അങ്ങനെ. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് 5, 10, 15 അങ്ങനെ കണക്കാക്കാവുന്നതാണ്. പട്ടിക പൂരിപ്പിക്കൂ. ഓരോ കുട്ടികളുടെയും പോയിൻ്റ് ശരിയായി ഇവിടെ എഴുതി ചേർക്കണം. നമ്മളിപ്പോൾ വായിച്ചു അല്ലേ? ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ്? എത്ര പോയിൻ്റ്? ഗോപുവിനാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് വരുന്നത്. എത്രയാണ്? 22. പോയിൻ്റ് കണ്ടെത്താം. ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിലെ 3 കുട്ടികൾ ഉപജില്ലാതല ഗണിതശാസ്ത്ര ക്വിസിൽ പങ്കെടുത്തു. അവർക്ക് കിട്ടിയ പോയിൻ്റാണ് ചുവടെ പട്ടികയിൽ ടാലി അടയാളങ്ങളായി കാണിച്ചിരിക്കുന്നത്. പോയിൻ്റുകൾ കണക്കാക്കി എഴുതുക. അപ്പോൾ ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിൽ നിന്നും ഉപജില്ലാതല ഗണിതശാസ്ത്ര ക്വിസിൽ പങ്കെടുത്ത കുട്ടികൾക്ക് കിട്ടിയ പോയിൻ്റാണ് കാണിച്ചിരിക്കുന്നത്. ആ അടയാളത്തെ ടാലി അടയാളങ്ങളായി കാണിച്ചിരിക്കുന്നു. കണ്ടില്ലേ? 4 വരയും കുറുകെയുള്ള ഒരു വരയും 5 പോയിൻ്റാണെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയുള്ള 5 പോയിൻറ്റിൻ്റെ കരണ് കിട്ടിയിരിക്കുന്നത് 5 കൂട്ടണം 5 10, 14. നയന് കിട്ടിയിരിക്കുന്നത് 3 അഞ്ചുകളാണ്, അപ്പോൾ 15. ഗോപുവിന് കിട്ടിയിരിക്കുന്നത് 3 അഞ്ചുകളും പിന്നെ 3 ഒറ്റകളും, അപ്പോൾ 15 കൂട്ടണം 3 18. ഇതിലും ഗോപുവിന് തന്നെയാണ് കൂടുതൽ പോയിൻ്റ്. ചെല്ലക്കാട് ഗവൺമെൻറ് LP സ്കൂളിലെ ലൈബ്രറി പുതുക്കുന്നതിൻ്റെ ഭാഗമായി PTA അംഗങ്ങൾ 6 ഗ്രൂപ്പായി തിരിഞ്ഞ് പുസ്തകങ്ങൾ ശേഖരിച്ചു. ശേഖരിച്ച പുസ്തകങ്ങളുടെ എണ്ണം വരച്ചിരിക്കുന്നത് നോക്കൂ. ഒരു പുസ്തകത്തിൻ്റെ ചിത്രം 10 എണ്ണത്തെ സൂചിപ്പിക്കുന്നു. പട്ടികയിൽ പുസ്തകങ്ങളുടെ എണ്ണം എഴുതുക. അപ്പോൾ PTA അംഗങ്ങൾ 6 ഗ്രൂപ്പായി തിരിഞ്ഞ് പുസ്തകങ്ങൾ ശേഖരിച്ചു. ആ പുസ്തകങ്ങളുടെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു പുസ്തകത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത് 10 എണ്ണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 1 വിരിച്ചത് 1, 2, 3, 4 പുസ്തകങ്ങളുടെ ചിത്രമാണ് ഉള്ളത്. 4 ഗുണിക്കണം 10 40 പുസ്തകം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്രൂപ്പ് 50 പുസ്തകം, മൂന്നാമത്തെ ഗ്രൂപ്പ് 70 പുസ്തകം. ഇനി നാലാമത്തെ ഗ്രൂപ്പ് 60 പുസ്തകം, അഞ്ചാമത്തെ ഗ്രൂപ്പ് 50 പുസ്തകം, ആറാമത്തെ ഗ്രൂപ്പ് 80 പുസ്തകം. ഇത്രയുമാണ് ശേഖരിച്ചത്. ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ എത്ര പുസ്തകമാണ് ആറാമത്തെ ഗ്രൂപ്പ് കൂടുതലായി ശേഖരിച്ചത്? ഒന്നാമത്തെ ഗ്രൂപ്പ് 40 പുസ്തകവും ആറാമത്തെ ഗ്രൂപ്പ് 80 പുസ്തകവുമാണ് ശേഖരിച്ചത്. അപ്പോൾ 80 കുറയ്ക്കണം 40, 40 പുസ്തകമാണ് കൂടുതൽ ശേഖരിച്ചത്. ഒരേ എണ്ണം പുസ്തകം ശേഖരിച്ചത് ഏതൊക്കെ ഗ്രൂപ്പുകളാണ്? രണ്ടാമത്തെ ഗ്രൂപ്പും അതുപോലെ തന്നെ അഞ്ചാമത്തെ ഗ്രൂപ്പും. അവർ 50 പുസ്തകമാണ് ശേഖരിച്ചത്. മൂന്നാമത്തെ ഗ്രൂപ്പ് ശേഖരിച്ച പുസ്തകത്തിൻ്റെ എണ്ണത്തിന് തുല്യമാകാൻ രണ്ടാമത്തെ ഗ്രൂപ്പ് എത്ര പുസ്തകം കൂടി ശേഖരിക്കണം? അപ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പ് ശേഖരിച്ചത് എത്ര പുസ്തകമാണ്? 70 പുസ്തകമാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് 50 പുസ്തകവും. അപ്പോൾ മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെ എത്ര ആവാൻ രണ്ടാമത്തെ ഗ്രൂപ്പ് 20 പുസ്തകം കൂടി ശേഖരിക്കണം. ആകെ എത്ര പുസ്തകം ശേഖരിച്ചു? 35 ചിത്രങ്ങളാണ് പുസ്തകത്തിൻ്റേതായിട്ടുള്ളത്. അപ്പോൾ 35 ഗുണിക്കണം 10 350 പുസ്തകമാണ് PTA അംഗങ്ങൾ മൊത്തമായി ശേഖരിച്ചത്. ഓക്കെ ഡിയേഴ്സ്, നമ്മുടെ 4ാം ക്ലാസ്സിലെ ഗണിത പാഠപുസ്തകത്തിലെ എല്ലാ പാഠങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പാഠഭാഗങ്ങൾ നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. 5ാം ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്